ഹലോ. ഞണ്ട് ക്ലീനിങ്ങും അതുപോലെ തന്നെ ഞണ്ട് മുറിച്ച് നമ്മൾ ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കുന്നതുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു നീക്കുട്ടീസ് വ്ലോഗ്. ഇത് കടലിലെ ഞണ്ടാണ് കേട്ടോ. പുഴഞ്ഞണ്ട് സാധാരണ ഇവിടെ കിട്ടാറുണ്ട്. അത് കുറച്ചുകൂടി നല്ല വലിപ്പമുള്ളതാണ് കിട്ടാറ്. ഈ ഞണ്ടും കുറച്ചുകൂടെ വലിപ്പത്തിൽ കിട്ടാറുണ്ട്. ഇന്നെന്തോ അധികം വലിപ്പമില്ലാത്ത ഞണ്ടാണ്, പക്ഷെ നല്ലോണം ഇറച്ചിയുണ്ട് കേട്ടോ. അത് നമുക്കിങ്ങനെ പിടിച്ച് നോക്കുമ്പോഴേ അറിയാം. ഇതിൽ ജീവനുള്ള ഞണ്ടും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞണ്ട് കറി വെക്കാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം തന്നെ നമ്മൾ ഞണ്ടിനുള്ള ഗ്രേവി തയ്യാറാക്കി വെച്ചിട്ട് വേണം നമ്മൾ ഇത് മുറിക്കാനായിട്ട് പോകാൻ. അല്ലെങ്കിൽ ഇതിനകത്തുള്ള വെള്ളം മുഴുവനും വാർന്നു പോകും. അപ്പോൾ വേണ്ടത് 2 സവോള ചെറുതായി അരിഞ്ഞത്, കുറച്ച് തേങ്ങാക്കൊത്ത്, അത് നിർബന്ധമില്ല കേട്ടോ, ഇഷ്ടമുള്ളവർക്ക് ഇടാം, ഒരു 3 പച്ചമുളക്, തക്കാളി, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി. അത് ഞാൻ ചതച്ചും എടുത്തിട്ടുണ്ട്, കുറച്ച് അരിഞ്ഞും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കടുക് താളിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പില ഇട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഉള്ളി, പച്ചമുളക് എന്നിവയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് തേങ്ങാക്കൊത്ത്, പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി എന്നിവയും ചേർത്തിട്ടുണ്ട്. ഇനി തക്കാളി കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി എല്ലാം യോജിപ്പിച്ച് ഒന്ന് മൂടി വെച്ചേക്കുക. ഈ മൂടി വെച്ച് കഴിയുമ്പോൾ തക്കാളി വേഗം തന്നെ വാടി കിട്ടും കേട്ടോ. അതിന് ശേഷം നമ്മൾ അതിലേക്ക് പൊടികൾ ചേർക്കുകയാണ്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല എന്നിവയാണ് ചേർക്കുന്നത്. മല്ലിപ്പൊടിയാണ് ഇതിൽ കുറച്ച് കൂടുതൽ ചേർക്കേണ്ടത്. മുളക് പൊടി ഒരുപാട് ചേർക്കേണ്ടതില്ല, ഞണ്ടിന് അധികം എരിവ് അത്ര നല്ലതല്ല കേട്ടോ. ഇനി അതിലേക്ക് വെള്ളം ചേർക്കണ്ടേ. വെള്ളം നമ്മൾ ഇളം ചൂട് വെള്ളമാണ് ചേർക്കുന്നത്. പച്ച വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ മസാലയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും കേട്ടോ. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക, ഇങ്ങനെ വാട്ടിയെടുത്ത് നമ്മൾ കറി വെക്കുന്ന സമയത്ത് അതിലേക്ക് ഒഴിക്കുന്ന വെള്ളം എപ്പോഴും ചൂടുവെള്ളമായിരിക്കുന്നതാണ് നല്ലത്. കുറച്ചുകൂടി വെള്ളം ചേർക്കാം. എന്നിട്ട് ഇത് നമ്മളവിടെ മൂടി വെക്കുന്നുണ്ട്. കാരണം ഇത് ചെറിയ തീയിലിരുന്ന് വേകുമ്പോഴേക്കും വേണം നമുക്കിനി ഞണ്ട് നന്നാക്കി എടുക്കാനായിട്ട്. അപ്പം ഞണ്ട് മുറിക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ടാലോ. ഇതിൽ കുറേ എണ്ണമൊക്കെ ജീവനുള്ളതാണ് കേട്ടോ. ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ഇതിൻ്റെ ജീവൻ പോയി കഴിഞ്ഞിട്ടാണ് ഇതിനെ തൊട്ടത്. കാരണം ഇത് ഞണ്ട് ഇറുക്കുമോ എന്നുള്ള പേടി എനിക്ക് നന്നായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇത് നന്നായിട്ട് കഴുകിയെടുക്കുക എന്നുള്ളതാണ്. വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ അതിൻ്റെ പുറത്തുള്ള അഴുക്കൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അതിന് ശേഷം വേണം നമ്മളിത് മുറിക്കാനായിട്ട് നോക്കാൻ. അപ്പോൾ നല്ല പോലെ അതിൻ്റെ പുറത്തുള്ള അഴുക്കും ഇത് മണലും അതും ഇതൊക്കെ ഉണ്ടാവും. അതെല്ലാം നമ്മൾ നല്ലപോലെ വൃത്തിയായിട്ട് വെള്ളം ഒഴിച്ച് പൈപ്പിൻ്റെ ചുവട്ടിൽ പിടിച്ച് തന്നെ കഴുകുന്നുണ്ട് കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞിട്ട് ആശാൻ അവിടെ കിടന്ന് പിടയ്ക്കുന്നുണ്ട് കേട്ടോ. അതാ ഇതെങ്ങോട്ടാണ് ഇപ്പോൾ ഇറങ്ങിപ്പോകുന്നത്. ഇനി നല്ല രീതിയിൽ അതിൻ്റെ ജീവനൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ അതിൻ്റെ കാലൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. ആദ്യം ഈ വലിയ 2 കാലുകളാണ് വേർപെടുത്തുന്നത്. പിന്നെ ആ ചെറിയ കാലുകളുടെ അറ്റം മാത്രം നമ്മൾ കത്രിക ഉപയോഗിച്ചിട്ട് ഇങ്ങനെ മുറിച്ച് മാറ്റും. ഇത് ചെറിയ ഞണ്ടായതുകൊണ്ട് ഇത്ര എളുപ്പത്തിൽ മുറിക്കാൻ കഴിയുന്നത്. വലുതാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയാണ് കേട്ടോ ഇത്. പിന്നെ ആ നടുക്കുള്ള ആ ഭാഗം എനിക്കിതിനെ പറ്റിയിട്ട് വലിയ വിശദമായിട്ട് അങ്ങനെ പറഞ്ഞു തരാനൊന്നും അറിയില്ല. കണ്ടാലറിയാലോ. ആ ഭാഗത്തുനിന്നുള്ള അത് ഇളക്കി കളയുന്നു. പിന്നെ ഇതിങ്ങനെ മുകളിൽ പിടിച്ച് താഴേക്ക് വലിച്ചാൽ ഇങ്ങനെ പൊളിഞ്ഞു വരും കേട്ടോ. ഈ പൊളിഞ്ഞു വരുമ്പോൾ ആ തോടിൻ്റെ ഉള്ളിൽ ഒരു പുല്ല് പോലത്തെ ഒരു സാധനം ഉണ്ടാവും. അതിങ്ങനെ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ഞെക്കുമ്പോൾ അറിയാം. അത് നമ്മൾ കളയും, അത് വേസ്റ്റാണേ. പിന്നെ ബാക്കിയുള്ളത് അത് വേസ്റ്റാണെന്ന് വിചാരിക്കില്ല. ഈ ഞണ്ട് കറിക്ക് ഏറ്റവും ടേസ്റ്റ് തരുന്ന ഭാഗമാണത്. അതൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട്. പിന്നെ അടുത്ത ഭാഗം തോട് അതിനകത്ത് ഇളക്കി മാറ്റി വെച്ച ഭാഗമുണ്ടല്ലോ, അതിൻ്റെ പുറത്തും ഇതുപോലെ ഒരു തരം പുല്ല് പോലെ ഉണ്ടാവും. അത് നമ്മളിങ്ങനെ കത്തി കൊണ്ട് ഇളക്കി മാറ്റുന്നുണ്ട്. ഇനി ഈ ചെയ്യുന്നത് എല്ലാവരും ചെയ്യാറുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനിങ്ങനെയാണ് നന്നാക്കാറ് കേട്ടോ. ഇനി അതിൻ്റെ ഫ്ലഷുള്ള ഭാഗത്തേക്ക് വെള്ളം ചെല്ലാത്ത പോലെ നല്ല രീതിയിൽ പുറമേ വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകി വിടുന്നുണ്ട്. അതിന് ശേഷം വലിയ ഞണ്ടൊക്കെ നടുഭാഗം മുറിച്ച് കളയും. പിന്നെ ആ വലിയ കാലിൻ്റെ അറ്റം ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതും കൂടി കറിയിലേക്ക് ഇടുവേ. ഇങ്ങനെ ബാക്കി ഞണ്ട് മുഴുവൻ മുറിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പം നല്ല വൃത്തിയിൽ ഞണ്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഗ്രേവി അവിടെ നല്ല രീതിയിൽ കുറുകിയിട്ടുണ്ട്. അതിലേക്ക് ഈ ഞണ്ടിടുന്നു. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട, കാരണം ഞണ്ടിനകത്തുനിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങി വരും. ഇനി ഇത് മൂടി വെച്ച് കഴിയുമ്പോൾ ഇങ്ങനെ മുറിച്ചതിന് ശേഷം ഞണ്ട് അങ്ങനെ ഒരുപാട് നേരം വെക്കാറില്ല, നേരെ കറി വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ ഇറച്ചി ഇല്ലാതെയായി പോകും. അങ്ങനത്തെ അബദ്ധമൊക്കെ ഞാൻ ആദ്യ കാലങ്ങളിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് മൂടി വെച്ച് വേവിക്കുന്നുണ്ട്. കുറച്ച് നേരം വെന്ത് കഴിയുമ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കും, വീണ്ടും മൂടി വെക്കും. അങ്ങനെ നമ്മുടെ ഞണ്ട് റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്.
നല്ല കുറുകിയ ചാറോട് കൂടിയാണെങ്കിലാണ് ഇതൊക്കെ നമുക്ക് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ചേർക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ നമ്മുടെ കറി നല്ല രീതിയിൽ കുറുകി അതിൻ്റെ കളർ തന്നെ ഒന്ന് മാറി വരും. കണ്ടില്ലേ? ഇനി ഇത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ നമ്മുടെ ഇഷ്ടാനുസരണം കഴിക്കാം. എല്ലാവരും ട്രൈ ചെയ്യണേ.